ഏകദേശം 147 രാജ്യങ്ങളുമായി ഇറാന് വ്യാപാര ബന്ധമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അവരെല്ലാം സമ്മർദ്ദത്തിലാക്കുകയാണ് അധിക തീരുവ പ്രഖ്യാപനത്തിലൂടെ ട്രംപ്. അതുവഴി അവിടുത്തെ ഭരണകൂടത്തെ ചൊൽപ്പടിക്ക് നിർത്താമെന്നും ട്രംപ് കണക്ക് കൂട്ടുന്നുണ്ടാകണം. ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്ന നിലയിൽ ചൈനയെ തന്നെയായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യത. ചൈനയ്ക്ക് പുറമെ ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന UAE, തുർക്കി, ബ്രസീൽ, റഷ്യ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലും ട്രംപിന്റെ ഈ നീക്കം ചെറിയ തോതിലെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ ഭൂരിഭാഗവും വാങ്ങുന്നത് ചൈനയാണ്. അമേരിക്ക 25% നികുതി ഏർപ്പെടുത്തിയാൽ ചൈന അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് വില കൂടും. ചൈനയുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് അമേരിക്ക എന്നതിനാൽ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ 25% നികുതി വർദ്ധിക്കുന്നത് ചൈനീസ് സാധനങ്ങളുടെ ഡിമാൻഡ് കുറയാനും കാരണമാകും. അമേരിക്കയെ പിണക്കി ഇറാനുമായി വ്യാപാരം തുടരുന്നത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. നിലവിൽ ഇറാനിൽ നിന്ന് കുറഞ്ഞ നിരക്കിലാണ് ചൈന എണ്ണ വാങ്ങുന്നത്. അമേരിക്കൻ ഉപരോധം ഭയന്ന് ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കുറയ്ക്കേണ്ടി വന്നാൽ ചൈനയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വില കൊടുത്ത് എണ്ണ വാങ്ങേണ്ടി വരും. ഇത് ചൈനയിലെ ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇറാന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് UAE. ഇറാനിലേക്കുള്ള ചരക്കുകൾ പോകുന്ന പ്രധാന വഴികളിൽ ഒന്നുമാണ് ദുബായ്. പുതിയ നികുതി വരുന്നതോടെ ഈ ഇടപാടുകൾ അമേരിക്കയുമായുള്ള UAEയുടെ വലിയ ബിസിനസ്സുകളെ അപകടത്തിലാക്കുമെന്നും ആശങ്കയുണ്ട്. അമേരിക്കയുമായി വലിയ തോതിൽ വ്യാപാരം നടത്തുന്ന രാജ്യമായതിനാൽ തന്നെ 25% അധിക നികുതി UAEയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു.